الحمد لله رب العالمين. اللهم لا رزق لي إلا مما بعد. അപ്പോൾ ഒരു MA പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ MA കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എന്ത്? നെറ്റ് എക്സാം ചെയ്ത് നെറ്റ് ക്വാളിഫൈഡ് ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ JRF നേടുക, JRFോട് കൂടിയിട്ട് റിസർച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ജമീൽ അക്കാദമി ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഹാദിയ നസീഹയാണ്. അവർ നമ്മുടെ അക്കാദമിയിൽ തന്നെ അവസാനം നമ്മൾ നടത്തിയിട്ടുള്ള ഓഫ്ലൈൻ നെറ്റ് കോച്ചിങ്ങിൽ പങ്കെടുക്കുകയും അങ്ങനെ മാഷാ അല്ലാഹ് JRF നേടുകയും ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. അവരിപ്പോൾ മാഷാ അല്ലാഹ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അവർ PhDക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്യും JRFോട് കൂടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പലർക്കും ഇങ്ങനെ JRFോട് വിട്ട് PhD ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അധ്യാപനമായിട്ട് കയറണം ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ അത് സാധ്യമാകും എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇത് ഇന്നത്തോടു കൂടി അവസാനിക്കുന്നില്ല, അതിന് ശേഷം മറ്റൊരു സെഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് അവരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണത്. വെറും അരമണിക്കൂറിൻ്റെ സെഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവരും അവസാനം വരെ ഇരിക്കുക. ആദ്യ സ്റ്റാർട്ട് ചെയ്യല്ലേ? ആ സർ, ഓക്കെ. കേൾക്കുന്നുണ്ടോ? ആ അതെ അതെ, സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് ജമീൽ അക്കാദമിയുടെ ഓറിയന്റേഷൻ സെഷന്റെ ആദ്യത്തെ സെഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൽ സാർ പറഞ്ഞതുപോലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മള് ലക്ഷ്യം JRF ആവട്ടെ നെസ്റ്റ് ആവട്ടെ എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കണ്ടത് തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും അതുപോലെ മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ അനുഭവത്തിൽ നിന്നും എടുത്ത കുറച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാ. അപ്പോ ഇതില് പല ആൾക്കാരുണ്ടായിരിക്കാം. ആദ്യമായിട്ട് നെറ്റ് എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കാം, രണ്ടും മൂന്നും പ്രാവശ്യം എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്റെ പോലെ ഞാൻ ആറാമത്തെ തവണ എനിക്ക് JRF ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചത്. അതുപോലെ കുറേ തവണ എക്സാം എഴുതിയിട്ട് അതിലേക്ക് എത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കാം. ആരാണെങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മളൊരു ഈ ഡിസംബർ എക്സാം നമ്മളൊരു എയിം വെച്ചാല് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മൾ വിചാരിച്ച ആ സൈക്കിളിൽ തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യാം, വാക്ക് തരാം. പക്ഷെ നമ്മൾ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന അബദ്ധം എന്ന് വെച്ചാൽ, ഞാൻ ഓരോ തവണ എക്സാം എഴുതുമ്പോൾ ഒരേ രീതിയിലായിരുന്നു ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നിട്ടും എനിക്ക് ആ ലക്ഷ്യത്തേക്ക് എത്താൻ പറ്റണില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന രീതിയിൽ നിന്ന് എന്ത് മാറ്റാണ് വരുത്തേണ്ടത്. അങ്ങനെ പല മാറ്റങ്ങൾ വരുത്തിയപ്പോഴാണ് എനിക്ക് ഒന്നും പറയാൻ ഒരു പ്രതീക്ഷ പോലും ഇല്ല, ഞാൻ ഒരിക്കലും കിട്ടുമെന്ന് വിചാരിക്കാത്ത രീതിയിൽ എനിക്ക് ഒരു വിജയത്തേക്ക് എത്താൻ സാധിച്ചത്. അപ്പം നമ്മൾ ഇതുവരെ തുടർന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കണില്ലെങ്കിൽ, പല പ്രാവശ്യം എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ രീതി ഒന്ന് മാറ്റി പിടിക്കുക, വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി മൊത്തത്തിലുള്ള പോയിന്റ്സ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. അതിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ എല്ലാവരും ഒരുമിച്ച് പറയണം കേട്ടോ. കാരണം ഞാൻ നിങ്ങളെപ്പോലെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ്. ഞാൻ ഒരു വലിയ അറിവുള്ള ആളൊന്നും അല്ല. എൻ്റെ ഈ ഒരു ചെറിയ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മളൊരു എയിം ഫിക്സ് ചെയ്യുക. നമുക്കൊരു എയിം ഉണ്ടായിരിക്കണം. അത് എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യണം അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യണം, ആ ഒരു എയിം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ എക്സാം ടോട്ടൽ 300 മാർക്കിലാണല്ലോ. ആ 300 മാർക്കിൽ എനിക്ക് ഇത്ര മാർക്ക് ഞാൻ നേടിയിരിക്കും, എനിക്ക് ഇത്ര മാർക്ക് നേടാൻ സാധിക്കുമെന്നല്ല, ഇത്ര മാർക്ക് എനിക്ക് നേടണം, എന്നാലാണ് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ആ ഒരു എയിം നമ്മൾ ഫിക്സ് ചെയ്യാം. 300ൽ 300 മാർക്ക് നമുക്ക് ലക്ഷ്യം വെക്കാം.
അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വെക്കേണ്ടത്. ഒരു കോട്ടിലെ എയിം അറ്റ് ദി സ്കൈ ടു റീച്ച് അറ്റ് ദി ട്രീ ടോപ്പ്. നമുക്കൊരു മരത്തിന്റെ ഉയരത്തിലേക്കാണ് എത്താൻ ആഗ്രഹമെങ്കിൽ നമ്മൾ ആകാശം ഉന്നം വെക്കണം. അങ്ങനെ നമ്മൾ ഏറ്റവും ഒരു ഹയസ്റ്റ് ആയിട്ട് ഉന്നം വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ലെവലിൽ നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഞാൻ എക്സാം എഴുതുമ്പോൾ ഒരു 250 മാർക്കായിരുന്നു എന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഈ ലാസ്റ്റ് കഴിഞ്ഞ ജൂൺ എക്സാമിലാണ് എനിക്ക് JRF എത്താൻ പറ്റിയത്. അപ്പൊ അതിൽ ഞാൻ 250 മാർക്ക് എനിക്ക് കിട്ടണം, അതിൽ നിന്ന് കുറയാൻ പാടില്ല എന്നുള്ളൊരു എയിം വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് ഒരു 222ലേക്ക് എത്താൻ പറ്റി. അപ്പൊ അത് 300 വെക്കാതിരുന്ന എന്തുകൊണ്ടാ, എനിക്ക് എന്റെ കഴിവിൽ കുറച്ച്, അതായത് ഞാൻ ചില ഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടില്ല എന്ന് അറിയണ കാരണം, കോൺഫിഡൻസ് കുറവായിട്ടല്ല, അറിവിന്റെ കുറവായിട്ട് അവിടെ ഒന്നുകൂടി എനിക്ക് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കാനുള്ളത് ഉണ്ട്. അപ്പൊ ഈ ഒരു സൈക്കിൾ എനിക്ക് പറ്റൂല. അപ്പൊ അത് ചെയ്യാതെ എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വേണം പഠിക്കാൻ. നമ്മൾ ഒരേ രീതിയിൽ എല്ലാ യൂണിറ്റ് ഒരേപോലെ പഠിച്ചുകൊണ്ട് ചിലത് നമുക്ക് ആവശ്യമില്ലാതെ കുറേ നമ്മൾ പഠിക്കും, ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറവെന്ന് വരും. അപ്പോൾ മൊത്തം അറബിക്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ കുറച്ച് ധാരണക്കുറവ് ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയാം. ടോട്ടൽ 10 യൂണിറ്റുകളാണ്. ആ 10 യൂണിറ്റിന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്, കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട, കുറച്ച് ടൈം കൊടുത്ത് പഠിക്കേണ്ട കുറച്ച് യൂണിറ്റ്, പിന്നെ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ള യൂണിറ്റ്, അങ്ങനെ 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റുകൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ യൂണിറ്റ് കുറച്ച് സമയം കൊടുത്തിട്ട് അത് മാക്സിമം അതിന് പഠിക്കുക. ആ സിമ്പിൾ ആയിട്ട് വരുന്ന യൂണിറ്റിൽ പെട്ടതാണ് ഒന്ന് രണ്ടാമത്തെ യൂണിറ്റ്. അതെന്താ, നമ്മുടെ നെസ്റാണ്. നെസ്റിന്റെ ഭാഗത്തിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് ഖിത്താബ്. കുറേ ഖത്തീബുമാരുണ്ട് അതിൽ പഠിക്കാൻ, കുറേ അത്ര അധികം ഒന്നുമില്ല, ഒരു 5-6 പേരുണ്ട്. ആ ആൾക്കാരുടെ ഹുത്തുബകൾ, പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ ഹുത്തുബകളും നമ്മൾ അതിന്റെ ലൈൻസ് ഗൂഗിളോ യൂട്യൂബോ ഒക്കെ സെർച്ച് ചെയ്തിട്ട് അതിന്റെ വരികൾ മനപ്പാടം വെച്ചാൽ അർത്ഥം മനപ്പാടാക്കിയിട്ട് പഠിക്കുക. എന്നാലാണ് നമുക്ക് ഇത് ആരിലേക്കാണ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ സിയാദ് ഇബ്നു അബീയുടെ പ്രസംഗം, ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ പ്രസംഗം, താരിഖ് ഇബ്നു സിയാദിന്റെ പ്രസംഗം, ഇവരുടെ പ്രസംഗമൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും കൺഫ്യൂസിങ് ആയിട്ടുള്ള വരികളായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അർത്ഥം, ആശയവും സാഹചര്യവും സന്ദർഭമൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ നമുക്ക് ഒരിക്കലും പോവില്ല. കാരണം ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ അവര് എങ്ങനെ വെറൈറ്റി ആയിട്ട് ചോദിക്കാം, നമുക്ക് കിട്ടാത്ത രീതിയിൽ ചോദിക്കാന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ ചോദിച്ചു കഴിഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് കുറച്ച് പഠിക്കണം. എന്നാലാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. എല്ലാവരും പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് പഠനത്തിൽ നമുക്ക് വിജയം ഉണ്ടാവില്ല, എല്ലാവരുടെ പോലെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക ഓരോ യൂണിറ്റ്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൽ ഹുത്തുബകൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ ആൾക്കാരുടെ ഹിസ്റ്ററി, ലൈഫ് ഹിസ്റ്ററി ബേസിക് ആയിട്ട് എല്ലാ ആൾക്കാരും നമ്മൾ അറിഞ്ഞിരിക്കണം, എവിടെ ജനിച്ചു, എവിടെ മരിച്ചു, യഥാർത്ഥ പേര്, ഫുൾ നെയിം, അതുപോലെ ഹുത്തുബകൾ ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പോയിന്റ് ആക്കിയിട്ട് ചെറിയ ഒരു ഷോർട്ട് നോട്ട്, നമ്മൾ സ്റ്റിക്കി നോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഓരോരുത്തരെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ എഴുതി ഒട്ടിച്ച് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നീട് റിവൈസ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പം. അങ്ങനെ രണ്ടാമത്തെ യൂണിറ്റിൽ ഹുത്തുബ, അതുപോലെ റിസാലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ അതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. ഒരു റിസാലയുടെ ഒരു കത്തിന്റെ വരി വന്നിട്ട് ഇത് ആര് എഴുതിയ കത്താണ്, അങ്ങനൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട്, ചിലപ്പോൾ ചോദിക്കാവുന്നില്ല. അപ്പൊ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് എന്താ പറയുക, ആഴത്തില് ദീർഘവീക്ഷണം കൊടുത്തിട്ട് ചിന്തിച്ചിട്ട് ഓരോ യൂണിറ്റും പഠിക്കാൻ ശ്രമിക്കാം. അപ്പോ രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ അതുപോലെ ആൾക്കാരുടെ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ, ഈ റസായലിന്റെ ആൾക്കാർക്ക് കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്, ആ ഗ്രന്ഥങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ട് പഠിക്കാം. അതുപോലെ മൂന്നാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ, മൂന്നാമത്തെ യൂണിറ്റ് എന്താ വരുന്നത്, മഹ്ജർ ആണ്. മഹ്ജർ ാണെങ്കിൽ അവരുടെ യാത്ര, അവര് ഏത് സമയത്ത് എവിടേക്കൊക്കെ യാത്ര പോയി, അത് ഏത് പ്രായത്തിലായിരുന്നു, ഏത് വർഷത്തിലായിരുന്നു എന്നുള്ളതാണ് കൂടുതലും ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രായം കൂടി പഠിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആയുസ് അനുസരിച്ചിട്ട്, ഓരോ ആൾക്കാർ ജീവിച്ച ആയുസ് അനുസരിച്ചിട്ട് ഓർഡർ ആക്കാനുണ്ടായിരുന്നു. അത് ഇതുവരെ ഈ നടന്ന എക്സാം അല്ലാണ്ട് അതിന് മുമ്പത്തെ ഒരൊറ്റ എക്സാമിൽ അങ്ങനത്തെ ഒരു മോഡൽ കണ്ടിട്ടില്ല. അപ്പോൾ അവരടുത്ത രീതി, ഇപ്പൊ പുതിയൊരു മോഡൽ അവരിങ്ങനെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇനിയിപ്പോ കഴിഞ്ഞതായതോ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ യൂണിറ്റ് ജാഹിൽ, ബഷാർ, അങ്ങനത്തെ ആൾക്കാരെ പറ്റിയിട്ടാണ് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇനി അത് അടുത്ത യൂണിറ്റിലേക്കൊക്കെ ആ ഒരു ടെൻഡൻസി വരാം. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാവരും വർഷം, വയസ്സ്, ഏത് പ്രായത്തിലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മഹജറിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. അധികം പ്രധാനമായിട്ട് നമുക്ക് അവരുടെ ലൈഫ് ഹിസ്റ്ററി ആണ്, പിന്നെ അവരുടെ ഫുൾ നെയിമുകൾ.
ഒരു നോട്ട് ഉണ്ടാക്കുക, ഒരു ചെറിയൊരു നോട്ട് പാഡ് എന്തെങ്കിലും എടുത്തിട്ട് ഓരോ യൂണിറ്റിന്റെയും എല്ലാ ആൾക്കാരുടെയും ഫുൾ നെയിമുകൾ എഴുതി വെക്കുക. അതൊരു 10 പ്രാവശ്യം ഒരെണ്ണം വായിച്ചാൽ മതി. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ബൈ ഹാർട്ട് ആവും. ഓരോ ആൾക്കാരുടെ പേരുകളും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ അത് അവരെ കുഞ്ഞിയത്തും അവരെ ലക്കബും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ട് അവരെ കബീലയും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ വായിച്ച് അങ്ങനെ വായിച്ച് 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 പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ മനസ്സിൽ അത് ബൈ ഹാർട്ട് ആയിട്ടിരിക്കും. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആൻസർ ചെയ്യാൻ പറ്റും. രൂപത്തിലുള്ള യൂണിറ്റ് ആണ്. പിന്നെ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് 6. 6ാമത്തെ യൂണിറ്റിൽ നമുക്ക് വരുന്നത് മസാദിർ മറാജിയാണ്. അതിൽ കുറെ ഗ്രന്ഥങ്ങള്, അതിന്റെ ആൾക്കാര്, ആ ഗ്രന്ഥത്തിന്റെ ഫുൾ നെയിം, ആൾക്കാരുടെ ഫുൾ നെയിം, അവർ ജനിച്ച മരിച്ച സ്ഥലം, വർഷം, അവരുടെ ഒരു ചെറിയൊരു ഹിസ്റ്ററി, അവർ എന്ത് വിഷയമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇബ്നു ഖൽദൂൻ ആണെങ്കിൽ ഒരു സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഖദ്ദിമ എന്ന ഗ്രന്ഥത്തില് മൊത്തം ചരിത്രം സാമൂഹികമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളതെങ്കിൽ മസ്ഊദി ആണെങ്കിൽ യാത്രകൾ, പല പല സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ട് യാത്രകളും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഓരോ ആൾക്കാരെ പറ്റിച്ച് നമ്മൾ മൊത്തം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ തോന്നുന്ന ഒരു സാധനം എന്ത് ചെയ്യാം, നമ്മൾ കണക്ട് ചെയ്ത് വെക്കും. പിന്നെ ഗ്രന്ഥങ്ങളെ ജുസുകൾ, എത്ര ജുസ് ഉണ്ട്, എത്ര ഫസ്ലുണ്ട്, എത്ര ബാബുണ്ട്, അതൊക്കെ നമ്മൾ ബൈഹാർട്ടാക്കുക. അതിന്റെ പേരുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കുക. ഉം. അതേപോലെ തന്നെ ഓർഡർ, ആരാണ് ആദ്യം ബുക്ക് എഴുതിയ ആള്, ജാഹിദിന്റെ ബുക്കാണോ ആദ്യം, അതുപോലെ മുബറദിന്റെ ബുക്കാണോ ആദ്യം, അങ്ങനെ ഓർഡറുകളൊക്കെ പഠിക്കുക. ആ പഠിക്കാനൊക്കെ ഉള്ള രീതി ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അതിന് എളുപ്പമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തതാണ് 8ാമത്തെ യൂണിറ്റ്. അതിൽ വരുന്നത് കുറെ മദാരിസ് ഇത്തിജാഹാത്ത് വൽ ഹറക്കാത്ത് ആണ്. കുറെ ട്രെൻഡ്സ് മൂവ്മെന്റ്സ് ഒക്കെ അതിൽ അത് നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ്. കുറച്ച് ഉള്ളൂ അതിൽ പഠിക്കാൻ. ആ ഉള്ള ഭാഗം നമ്മൾ അതിന്റെ ആഴത്തിൽ പോയിട്ട് പഠിക്കുക. അതിന്റെ ലക്ഷ്യം, ഓരോ ട്രെൻഡ്സുകളുടെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്, ആരാണ് ഉണ്ടാക്കിയത്, ഇതിന്റെ ആൾക്കാർ. ഈ ഈ ഒരു യൂണിറ്റിൽ നിന്ന് കൂടുതലും വരാറുള്ളത് ആൾക്കാരെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിൽ പെടാത്തതാര്, ഉന്തുലുസ്, അസ്ബത്തുൽ ഉന്തുലുസിയിൽ പെടാത്ത ആളാര്, അതൊക്കെ കുറേ നമ്മൾ നോട്ടീസിലൊന്നും കാണാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് അതിന്റെ മാക്സിമം ആൾക്കാരെ നമ്മൾ കളക്ട് ചെയ്ത് നോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ആൾക്കാരെ നമ്മൾ ഒരു 3-4 പ്രാവശ്യം പഠിച്ചാൽ നമുക്കത് ബൈ ഹാർട്ടായി. അപ്പൊ അങ്ങനെ ഈ ഒരു യൂണിറ്റിൽ വരുന്ന ആൾക്കാരെ പറ്റിയിട്ടും ആ ഓരോ മൂവ്മെന്റ്സിന്റെ, ട്രെൻഡ്സിന്റെ, സ്കൂളിങ്സിന്റെ ഒക്കെ ലക്ഷ്യങ്ങളും അതിന്റെ ആ ഒരു തുടങ്ങിയ വർഷം, അതിന്റെ ഏത് പ്രാരംഭം, അങ്ങനൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഈ 4 യൂണിറ്റ് 2, 3, 6, 8 ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. കുറച്ച് ടൈം കൊടുത്തിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ആ ഒരു യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ മാറ്റിവെക്കാം. പിന്നെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ടൈം കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റുകളാണ് 1ാമത്തെ യൂണിറ്റ്. 1ാമത്തെ യൂണിറ്റ് ഷിയർ ആണ്, അബ്ബാസി വരെയുള്ള. അപ്പോൾ അബ്ബാസി വരെയുള്ള ഷിയർ ആണെങ്കിൽ നമുക്ക് ജാഹിലിയ കാലഘട്ടത്തിലത്തെ ആൾക്കാരൊക്കെ നമുക്ക് കുഴപ്പമില്ലാണ്ട് അറിയാം. ആൾക്കാരെ ലൈഫ് ഹിസ്റ്ററി ഫുൾ നമ്മൾ പഠിച്ചിരിക്കണം ഓരോ യൂണിറ്റിലത്തെയും. പക്ഷെ അവരുടെ ഷിയറുകൾ, കവിതകൾ, അതിന്റെ പ്രത്യേകത, അതിന്റെ മൗലിക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. ഇപ്പോ ജാഹിലിയ കാലഘട്ടത്തിലത്തെ കവിത ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കാഫിയും ബഹറൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നക്കായില് അതുപോലെ അബ്ബാസി കാലഘട്ടത്തിലത്തെ കവികളെ പറ്റിയിട്ടുള്ള അവരുടെ വരികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഈ 2 കാലഘട്ടത്തിലത്തെ ഉമവി അതുപോലെ അബ്ബാസി കാലഘട്ടത്തിലത്തെ കവികളെയും അവരുടെ പ്രധാനപ്പെട്ട കവിതകളും നമ്മൾ നോട്ട് ചെയ്തിട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട്. അപ്പൊ അതും ഇതുപോലെ നമ്മൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് മിസ്സാവാൻ പാടില്ല. മാക്സിമം കവിതകളുടെ വരികൾ കളക്ട് ചെയ്യുക, ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട്. ഇപ്പൊ ഇബ്നു റൂമിയുടെ പ്രധാനപ്പെട്ട കവിതകളൊക്കെ എഴുതി വെക്കുക. അത് നമ്മൾ മനസ്സിലാക്കി എന്തെങ്കിലും രീതിയിൽ അർത്ഥം മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ കവിതക്ക് ഒരു 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 ആശയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറേ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും, ഇദ്ദേഹത്തിന്റെ കവിത പോണ ഒരു വഴി ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ മാക്സിമം ഈ 1ാമത്തെ യൂണിറ്റിൽ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ നക്കാലിന്റെയും അബ്ബാസി കവികൾക്കും ഒക്കെ കുറേ പോയിന്റുകൾ ഉണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള, അത് വലിയ ഒരു ഭാഗമാണ്. അപ്പൊ അത് നല്ലോണം ടൈം എടുത്തിട്ട് വായിച്ച് വായിച്ച് റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് നമുക്ക് സെമിനാറിലാണെങ്കിലും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കുറെ അവർ ക്ലാസ്സും നോട്ട്സ് ഒക്കെ തരും. അപ്പൊ അതൊക്കെ നല്ലോണം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിന് കണ്ടിന്യൂസ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ യൂണിറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് 4. ഇതിൽ വാസ്റ്റ് ആയിട്ടുള്ള പഠിക്കാനൊന്നുമില്ല, പക്ഷെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് നല്ല ആഴത്തിൽ പഠിക്കേണ്ട കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്നത്. അതിൽ അതുപോലെ തന്നെ നഖദിന്റെ ആൾക്കാരാണല്ലോ,
നഖദിന്റെ ആൾക്കാരുടെ അവരവിടെ പഠിച്ചത്, അവരുടെ PhD വർക്ക്സ്, അവരുടെ കോളേജുകൾ എവിടൊക്കെയാണ്, അവർ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ പോയി, ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി, തുടങ്ങിയിട്ടുള്ള അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ അവരുടെ ഗ്രന്ഥങ്ങളും നഖദിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ക്രോണോളജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നോക്കിയിട്ട് പഠിക്കുക. അപ്പോൾ നാലാമത്തെ യൂണിറ്റിൽ നമുക്ക് കണ്ടന്റ് കുറവാണെങ്കിലും വളരെ വലിയൊരു സംഭവം ഇല്ലെങ്കിലും ഉള്ളത് നമ്മൾ നല്ല ആഴത്തിൽ പഠിക്കേണ്ട ഒരു ഭാഗം. കാരണം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റ് ആണ് നഖദ്. പിന്നുള്ളതാണ് ഏഴാമത്തെ യൂണിറ്റ്. ഇതാണ് ഏറ്റവും നമ്മളുടെ സിലബസിൽ തന്നെ വൈഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ്. നമുക്കറിയാം അസ്റുൽ ഹദീസ്. ഇതിൽ ഒരുപാട് ആൾക്കാരെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാ ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ നല്ലൊരു ധാരണ ഉണ്ടാക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഏഴാമത്തെ യൂണിറ്റിന് വേണ്ടിയിട്ടാണ്. വെച്ചാല് അത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം മോഡേൺ ലിറ്ററേച്ചർ ആണല്ലോ. അപ്പൊ അത് ചോദിക്കുകയും ചെയ്യും. അതിൽ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. ആ ആൾക്കാർക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് നല്ലോണം ടൈം കൊടുത്തിട്ട് ആ യൂണിറ്റ് നമ്മൾ പക്കാക്കിയിരിക്കണം. ആ യൂണിറ്റിൽ നിന്ന്, കാരണം നമുക്ക് പഠിച്ചാൽ കിട്ടാവുന്നതാണ്, കുറേ ഉണ്ടെങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും പുറത്ത് മനസ്സിലാവാണ്ടോ അല്ലെങ്കിൽ കിട്ടാണ്ട് വരില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു യൂണിറ്റ് നല്ല വൈഡായിട്ട് അതിലത്തെ ഗ്രന്ഥങ്ങളെ ഓർഡർ, ഗ്രന്ഥങ്ങളുടെ മൗതുവാണ്, ഷിയർ ആണോ നസ്രാണോ, ഞാൻ ഷിയർ ആണെങ്കിൽ തന്നെ ഷിയർ ആണോ ജിദാനി ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ യൂണിറ്റ് നമുക്ക് ഒരു ടെൻഷനും വേണ്ട. പിന്നെയുള്ള യൂണിറ്റ് ആണ് 9. 9ാമത്തെ യൂണിറ്റ് ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ്. അതിൽ നമുക്ക് ഏഴാമത്തെ പോലെ തന്നെ കുറെ ഗ്രന്ഥങ്ങൾ ഉണ്ട്. ആൾക്കാരൊക്കെ കുറവാണെങ്കിലും കുറെ ഗ്രന്ഥങ്ങളും അവരുടെ യാത്രകൾ ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എവിടൊക്കെ പഠിച്ചു എന്നുള്ളത്, എവിടൊക്കെ പഠിപ്പിച്ചു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് 9ാമത്തെ യൂണിറ്റ്. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ടൈം എടുത്തിട്ട് ഈ പറഞ്ഞ 4 യൂണിറ്റുകളും നല്ലോണം ശ്രദ്ധിച്ച് ആക്കുക. പിന്നെ ലാസ്റ്റ് നമുക്ക് 10ാമത്തെ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് നമ്മൾ എന്താണ്, എവിടുന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു യൂണിറ്റ്. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ മൊത്തത്തിലുള്ള വായനൊക്കെ നമ്മൾ അതിന് സഹായിക്കും. അപ്പൊ ഇങ്ങനെ ഈ യൂണിറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിന് വേണ്ട സമയം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത് വെച്ചാൽ നമ്മൾ നമ്മുടെ വീക്ക് ഏരിയ കണ്ടെത്തണം. ഏതാണ് എന്റെ വീക്ക് ഏരിയ? ആ ഒരു രീതി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏതൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗം, ഏതൊക്കെയാണ് നമുക്ക് അറിയാത്ത ഭാഗം, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരൊറ്റ സിമ്പിൾ ട്രിക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മളൊരു PYQ എടുക്കുക. അറബിക്കും ജനറലും കൂടിയിട്ട് 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ കൂടെ നമ്മൾ ടൈമർ വെക്കുക. മൊബൈലിൽ ഒരു 3 മണിക്കൂറാണല്ലോ നമുക്ക് എക്സാം ടൈം. ആ ടൈമർ വെച്ചിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓപ്ഷൻസ് ഒന്നും നോക്കാതെ, നമ്മൾ ആൻസർ നോക്കാതെ നമ്മളെ സമയം വെച്ചിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. എത്ര മാർക്ക് എനിക്ക് കിട്ടി, ഏതൊക്കെ ഭാഗത്ത് എനിക്ക് മാർക്ക് പോയി. ആ മാർക്കുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പോയ ഭാഗം നമ്മൾ വീണ്ടും പഠിക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒരു എക്സാം കൂടി അറ്റൻഡ് ചെയ്യുക. ഒരു 300 അല്ല 150 ക്വസ്റ്റ്യൻസിന്റെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യുക, അങ്ങനെ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് എനിക്ക് മാർക്ക് പോണത്, അതുപോലെ ഏതൊക്കെ ഭാഗമാണ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പ് കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എക്സാമിന് ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് ഇത് സഹായിക്കും. കാരണം നമ്മൾ 3 മണിക്കൂറിലൂടെ വീട്ടിലിങ്ങനെ എക്സാം 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഓരോ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ടൈം 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്രയും എക്സാം എഴുതി പ്രാക്ടീസ് ഉണ്ടാകാൻ പറ്റും. ആകെ നമ്മൾ എക്സാം എഴുതണം എപ്പോഴാണ്, ഫൈനൽ എക്സാം ഡേറ്റ് വരുമ്പോൾ മാത്രം. അത് നമ്മൾ വീട്ടിൽ തന്നെ കുറെ പ്രാവശ്യം എക്സാം എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. അതുപോലെ നമ്മൾ കമ്പൈൻ സ്റ്റഡി നടത്തുക. പിന്നെ നമുക്ക് കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും. ആ ഉറക്കം വരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അറബി അല്ലെങ്കിൽ നല്ല ടഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ബോറാവുന്ന വിഷയം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാത്സ് പോലത്തെ മൈൻഡിന് നല്ല വർക്ക് കൊടുക്കണ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഉറക്കം വരുമ്പോൾ നേരെ എന്ത് ചെയ്യുക, പോയി കിടന്നുറങ്ങാണ്ട് അല്ലെങ്കിൽ മടുപ്പ് തോന്നുമ്പോൾ നിർത്താതെ നേരെ പോയിട്ട് അറബി അല്ലെങ്കിൽ മാത്സ് എടുക്കുക, വർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഉറക്കം പോകും. എന്നിട്ട് വീണ്ടും അടുത്തേക്ക് തിരിച്ചു വരിക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പഠനത്തെ മൊത്തത്തിൽ ഒരു പ്ലാൻ ആക്കുക. അതുപോലെ പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുക. ഒരു സംഗതി നമ്മൾ നാളേക്ക് വേണ്ടി നീട്ടിവെക്കാൻ പാടില്ല. ഇപ്പൊ പഠിക്കാൻ തോന്നി പഠിക്കുക,
ഇത് കേൾക്കുന്നതുകൊണ്ട് ചെയ്യാം. പറ്റില്ല. അങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പൊ നമ്മൾ ലക്ഷ്യം വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട് എക്സാം വരെ. ആ ഓരോ സമയം നമ്മൾ റുട്ടീൻ ഉണ്ടാക്കാം. 3 ദിവസം കൊണ്ട് ഞാനൊരു യൂണിറ്റ് കവർ ചെയ്യും. അടുത്ത 3 ദിവസം കൊണ്ട് യൂണിറ്റ്, അങ്ങനെ ഒരു ഡെയിലി ഒരു റുട്ടീൻ ഉണ്ടാക്കുക, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ റിവിഷൻ നടത്തുക, PYQ ചെയ്യുക, മാക്സിമം മോക്ക് ടെക്സ്റ്റുകൾ ചെയ്യുക. പേപ്പർ 1ഉം 2ഉം ഒരേപോലെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ മറ്റേതിനും കൂടി സമയം കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഏത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സഹായിക്കും. ഈ ഒരു രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തത്, എന്റെ പഠനം കൊണ്ടുപോയത്. അതേപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരൊറ്റ കാര്യം, പ്രാർത്ഥന. ഒരിക്കലും നമ്മൾ അള്ളാഹുവിന്, നമ്മൾ എത്ര പഠിച്ചാലും ശരി, അത് വിജയം തരുന്ന അള്ളാഹുവാണ്. സക്സസ് എന്ന് പറഞ്ഞത് അള്ളാഹുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്മൾ എഫേർട്ട് എടുക്കുക, എന്നിട്ട് ദുആ ചെയ്യുക. ദുആ ചെയ്ത അള്ളാഹ് തീർച്ചയായിട്ടും നമ്മളെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഅനി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫഹ്മൻ നബിയ്യീന വഹിഫ്ളൽ മുർസലീനൽ മുഖറബീൻ എന്നൊരു ദുആ ഞാൻ ഗൂഗിളിൽ നിന്ന് കണ്ടെത്തിയതാട്ടോ. പക്ഷെ അത് എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നി. ഞാൻ പഠിച്ചതിന് എനിക്ക് ഉപകാരം ഉണ്ടാവുക വേണം, ഉപകാരമുള്ളത് എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാൻ വേണം. നല്ല ഓർമ്മശക്തിയും തരണേ റബ്ബേ. അതുപോലെ അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹുസ്ന ഇദാ ശിഅത സഹ്ല. അങ്ങനെയുള്ള ദുആകൾ നമ്മൾ നിരന്തരം ചെല്ലുക. മടി, അലസത മാറാനുള്ള ദുആ ഒക്കെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക. അപ്പൊ അള്ളാഹു നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചേരും ഇൻഷാ അള്ളാഹ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊന്ന് ചാറ്റ് ഞാൻ എന്റെ ബോക്സിൽ വാക്കുകൾ ടൈപ്പ് ചെയ്യുമോ? ദുആ. ഓക്കെ, ഇൻഷാ അള്ളാഹ് അയച്ചുതരാം. ഓക്കെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അയച്ചുതരാം കേട്ടോ, അത് ഗ്രൂപ്പിലിടാം, അല്ലെങ്കിൽ ഇതിൽ ടൈപ്പ് ചെയ്യാം. شكرا جزيلا من أعماق قلوبنا. كانت كلمات من قلبي، تخرج من القلب وتقع في القلب. جزاك الله أحسن الجزاء. അപ്പോൾ ദിയനസിയ അവരുടെ അനുഭവത്തിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അവര് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെയൊക്കെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അവർക്ക് വിജയം കിട്ടിയതുപോലെ അവരെ എങ്ങനെയാണോ നെറ്റും JRF ഒക്കെ നേടാൻ വേണ്ടി പരിശ്രമിച്ചത്, ആ പരിശ്രമത്തിലൂടെ അവരെങ്ങനെയാണ് നെറ്റും JRF നേടിയെടുത്തത്, അത് അതേപോലെ നമുക്ക് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് പറഞ്ഞു തരുന്ന ഒരിതാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. മാഷാ അല്ലാ. അപ്പോ ഇനി ഇതിലെന്തെങ്കിലും കാര്യമായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ചോദിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും വേറെയും സെഷനുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിലും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടോ? ആർക്കൊന്നും സംശയമൊന്നുമില്ലല്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നാൽ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത സെഷനിൽ ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു അസ്സലാമലൈക്കും. മനസ്സിലാവുന്നു. ഞാനിതിന്റെ തുടക്കം കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വൈകിയപ്പോഴാണ് റേഞ്ച് കിട്ടിയത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഇട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിന്റെ ഫസ്റ്റ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊന്ന് ചെറിയൊരു ഇത് തരുമോ? അത് റെക്കോർഡിങ് തരും കേട്ടോ. ഇപ്പൊ ആ, കേട്ടിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇത് ചോദിക്കാം. ഈ ഗ്രൂപ്പിൽ തന്നെയാണ് വരിക? അതെ അതെ. ശരി. ഓക്കെ, ഇൻഷാ അല്ലാ. ഇതിപ്പോ പറഞ്ഞതിൽ ആർക്കും സംശയങ്ങളൊന്നുമില്ലല്ലേ? എന്തെങ്കിലും ആഡ് ചെയ്യാനോ? ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ വളരെ ചുരുക്കത്തിൽ ഷോർട്ടായിട്ട് പിന്നെ നെറ്റ് എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതാണ് പിന്നെ ആദ്യം പറഞ്ഞത്. അല്ലാതെ നെറ്റ് എക്സാമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല.
പിന്നെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എന്നുള്ളത് കൊണ്ടായിരിക്കും പറയാതിരുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഗ്രൂപ്പിൽ അറിയിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മുടെ നമ്പറിൽ അറിയിച്ചു കഴിഞ്ഞാൽ അടുത്ത സെഷനിൽ അതൊക്കെ കവർ ചെയ്യുന്ന രൂപത്തിൽ പിന്നെ പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളത് നമുക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതടുത്ത സെഷനിൽ ഉൾക്കൊള്ളിക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും വലൈക്കും അസ്സലാം.